കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിന് നേരെ നടന്ന കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് ടി.കെ. മോഹനൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 5 KSU പ്രവർത്തകർക്ക് 25 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നാണ് അദ്ദേഹം കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. വധശ്രമ കേസാണ് അവരെ പേരിലെടുത്തത്. അപ്പോൾ ആ വധശ്രമ കേസ് പോലീസ് അന്വേഷിച്ചു, വിഷ്വൽസ്, CCTV ഒക്കെ നോക്കി, എവിടെയും ഒന്നുമില്ല. ഏറ്റവും ഒടുവിലായി മന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, അവിടെ ഉന്തിലും തള്ളിലുമാണ് എനിക്ക് പരിക്ക് പറ്റിയത് എന്ന് വെച്ചാൽ അവിടെ 30ഓളം പോലീസുകാരുണ്ടായിരുന്നു, മന്ത്രിയുടെ ഗൺമാൻ ഉണ്ട്. അപ്പം മന്ത്രിയുടെ ഗൺമാൻ കൊടുത്ത മൊഴി തന്നെ വാസ്തവത്തിൽ നിയമവിരുദ്ധമായ കാര്യമാണ്, നിയമത്തിന് നിരക്കാത്തതാണ്, നീതിക്ക് നിരക്കാത്തതാണ്. അതിനെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല മന്ത്രി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 15 ദിവസത്തിലധികം ജയിലിൽ കിടക്കേണ്ടി വന്ന ആ 5 പേരും അവർക്ക് സർക്കാരിന് ബാധ്യതയുണ്ട്, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 25 ലക്ഷം രൂപ വീതം ഓരോ ആളുകൾക്കും നഷ്ടപരിഹാരം കൊടുക്കണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം 1993 നമ്പിനാരായണന്റെ പേരിൽ അദ്ദേഹത്തെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു, കോടതിയിൽ പോയി. അവസാനം ഒരു ദിവസം 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുന്നത്. അത് അന്നാണെങ്കിൽ ഇതിന്ന് 2025-26 അതിനനുസരിച്ച് 25 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് സംബന്ധിച്ച് ചെയ്ത തെറ്റാണ് എന്ന പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ട് മന്ത്രി അതിനകത്ത് കുറ്റക്കാരിയാണ്, മന്ത്രിയുടെ ഗവൺമെന്റ് കുറ്റക്കാരിയാണ്. ആ നിലയിലുള്ള കേസ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ 2 ഞാൻ തന്നെ അന്ന് ബോധിപ്പിച്ചിട്ടുണ്ട്. ആ കേസിന്റെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. ആ കേസ് അതിന്റെ നല്ല നിലയിൽ തന്നെ കൊണ്ടുപോയിട്ട് അർഹതപ്പെട്ട ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇത് സർക്കാർ അവർക്ക് കൊടുക്കണം. കൊടുക്കുന്നില്ല എങ്കിൽ ഹൈക്കോടതി വരെ പോയി ഇവർക്ക് നിയമ പരിരക്ഷ ഉറപ്പാക്കി ആ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ആ സംഖ്യ ഈ മന്ത്രിയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും വ്യാജമായ തെറ്റായ രൂപത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഈടാക്കാൻ ആവശ്യമായ നടപടി കൂടി സ്വീകരിക്കണമെന്നാണ്. ആദ്യം ഇത് ഗവൺമെന്റ് കൊടുക്കണം. ഗവൺമെന്റ് ഈ പണം തെറ്റായ രൂപത്തിൽ ചെയ്ത് ദുർവിനിയോഗം ചെയ്തതിന് ഇവരിൽ നിന്ന് ഈടാക്കണം. അതിനാവശ്യമായ നിയമപരമായ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഒരറ്റം പോലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇതിനകത്ത് വിജയം കാണുന്നത് വരെ നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൽ ഇപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ നിൽക്കുകയാണ്. ഇവരെയൊക്കെ തന്നെ ജനങ്ങൾ ശിക്ഷിച്ച് കഴിഞ്ഞു. മന്ത്രി ഉൾപ്പെടെയുള്ള വീണ ജോർജിനെയൊക്കെ ജനങ്ങൾ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. അത് ജനത്തെ അറിയിക്കുന്ന തീയതിയാണ് ഈ വരുന്ന 4-ാം തീയതി. അത് ജനങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതേതായാലും മെയ് 4-ാം തീയതിയോടുകൂടി പുറത്തു വരും. കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉണ്ടായ ഉന്തിലും തള്ളിലുമാണ് തനിക്ക് പരിക്കേറ്റതെന്ന് മന്ത്രി വീണ ജോർജ് തന്നെ പിന്നീട് മൊഴി നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ KSU പ്രവർത്തകർക്കെതിരെ ചുമത്തിയത് വധശ്രമ കുറ്റമായിരുന്നു. ഇത് പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ നടത്തിയ ക്രൂരതയാണെന്ന് ടി.കെ. മോഹനൻ ആരോപിക്കുന്നു. മന്ത്രിയും സ്പീക്കറും ചേർന്ന് ആസൂത്രണം ചെയ്തൊരു നാടകമായിരുന്നു ഇതെന്നും നിരപരാധികളായ വിദ്യാർത്ഥികളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പരിക്കേറ്റ പ്രവർത്തകർക്ക് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്യായമായി തടവിലാക്കപ്പെട്ട വിദ്യാർത്ഥികളോട് മന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ ടി.കെ. മോഹനൻ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 1/4 ലക്ഷം വോട്ടിന്റെ വരെ ഭൂരിപക്ഷം തനിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥി പ്രവർത്തകർക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന ശക്തമായ നിലപാടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്.